അങ്ങനെ നമ്മളിപ്പോൾ എന്താണ്ട് ഇത് പിപ്പരിയ ഗാർഡനിലാണ് ഇന്ന് ആദ്യത്തെ വ്ലോഗ് ഉണ്ടാക്കാൻ പോകുന്നത്. പിപ്പരിയ ഗാർഡൻ നിങ്ങളെ കാണിച്ചു തരാം, ഇവിടുത്തെ ഗാർഡൻ എങ്ങനെയാണെന്ന്. ഇത് താണ്ട് ഇത് ഗേറ്റാണ്, ഇത് എൻട്രൻസ് ആണ്. എൻട്രി ഫീസ് ഉണ്ട് ഇവിടെ. ഇതാണ്ട് എൻട്രി ഫീസ് പെർ പേഴ്സൺ 25 റുപ്പീസാണ്. 5 വയസ്സിൽ താഴെയുള്ള പിള്ളേർക്ക് ചാർജസ് ഇല്ല. അതിൽ മേളിലുള്ള പിള്ളേർക്ക് അഡൽട്ടിനും സെയിം ചാർജാണ്, 25 റുപ്പീസ് ചാർജാണ്. അങ്ങനെ ഞങ്ങൾ ഗാർഡൻ്റെ ഉള്ളിൽ പ്രവേശിച്ചു. തന്നെ ഇത് പ്ലേ ഏരിയ ആണ്. ഞങ്ങൾ മെയിനായിട്ട് ഈ പിള്ളേരെ കളിപ്പിക്കാനാണ് ഇവിടെ കൊണ്ടുവന്നത്. എൻ്റെ ഹസ്ബൻഡിൻ്റെ സിസ്റ്ററാണ് ഈ പോകുന്നത്. അവളുടെ മോളും എൻ്റെ മോനും കൂടെയാണ് കൊണ്ടുവന്നത് കളിക്കാനായിട്ട് ഇവിടെ. അങ്ങനെ രണ്ടുപേരും നല്ലതായിട്ട് എൻജോയ് ചെയ്തു. അതുകൊണ്ട് ഇങ്ങനെ പ്ലെയിൻ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ പിള്ളേർക്ക്. അതിനകത്തിരുന്ന് ഇങ്ങനെ ഡ്രൈവ് ചെയ്യുന്നതായിട്ടും അങ്ങനെയുള്ളതൊക്കെ പോസ് എടുത്ത് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും. റോക്കറ്റാണ് ഈ അടുത്ത് കാണുന്നത്. റോക്കറ്റിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ സ്ലൈഡൊക്കെ ഉണ്ട്. പിന്നെ തന്നെ ആ കാണുന്ന അവിടെയൊക്കെ ഇരിക്കാൻ പറ്റിയ സീറ്റ്സൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ പോയി ഇരിക്കാം. പിന്നെ നിറച്ച് മരങ്ങളാണ്, അതുകൊണ്ട് തണലാണ്. വൈകുന്നേര സമയത്ത് നല്ല സുഖമാണ് ഇവിടെ വന്നിരുന്ന് പാർക്കിൽ. പിള്ളേർക്കും എൻജോയ് ചെയ്യാൻ പറ്റും, നമ്മളും കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ എൻ്റെ മോന് ഭയങ്കര പേടിയായിരുന്നു ഇതിനകത്ത് ഇങ്ങനെ ഇരുന്ന് ആടുന്നത്. അവൻ പറയുന്നുണ്ട് അത് പൊട്ടിപ്പോകും, ഞാൻ താഴെ വീഴുമെന്നൊക്കെ. എന്തായാലും പിള്ളേർക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണിത്. വലിയ ചാർജസും ഒന്നുമില്ല. ഈ കൊച്ചിൻ്റെ പേര് സിയ എന്നാണ്, സിയ. അപ്പം സിയുന്ന ഞങ്ങൾ വിളിക്കുന്ന വീട്ടിൽ സിയുന്നാണ്. അന്നേരം ഇതിനാണെങ്കിൽ എത്ര കളിച്ചാലും മതി വരുന്നില്ലായിരുന്നു. അതിന് ഭയങ്കര ഇഷ്ടമാണ് പാർക്കിൽ പോകുന്നതൊക്കെ. കണ്ടില്ലേ, വീണിട്ടും ഒരു ഇതില്ലാതെ പിന്നെ കയറിപ്പോയ ആള്. പിള്ളേർക്ക് നല്ലൊരു ആക്ടിവിറ്റിയാണ്, നമുക്കൊരു ടൈം പാസ് പോവാം. ഈ കാണുന്നത് എൻ്റെ ഹസ്ബൻഡാണ്. പിന്നെ ഒത്തിരി നേരം വൈകാറായി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയ. ബാക്കി അങ്ങോട്ടൊക്കെ നല്ല കാണാനുള്ള ഇതുണ്ട്, സ്ഥലമുണ്ട്. പക്ഷേ നേരം വൈകിയോണ്ട് ആളുകളൊന്നും ഇല്ല അങ്ങോട്ടൊന്നും. അതുകൊണ്ട് ഞാൻ ഒത്തിരി ഉള്ളിലോട്ടൊന്നും പോയില്ല. പക്ഷെ എന്നാലും കുറച്ച് കാണിച്ചു തരാം. ഇങ്ങനെ പൂക്കളും ഗ്രീനറിയും ഒക്കെ നല്ല ഭംഗിയാണ്. ചെടികളൊക്കെ സൈഡിലിങ്ങനെ നല്ലോണം കട്ട് ചെയ്തൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ എല്ലാ സ്ഥലത്തും ഇതേപോലെ വലിയ വലിയ ഡസ്റ്റ്ബിൻസ് വെച്ചിട്ടുണ്ട്, ആളുകളൊന്നും അവിടെ ഇവിടെയും ലിറ്റർ ഇടാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതേപോലെ ഇങ്ങനെ ചെറിയ ഹൗസ് പോലെ ഇങ്ങനെ റൂഫ് ഉണ്ടാക്കിയിട്ടുണ്ട് മുകളിൽ. താഴെ ആളുകൾക്ക് ഇരിക്കാൻ പറ്റും. വെയിലത്തൊക്കെ ആണെങ്കിലും വന്നാൽ നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റും. ഈ കാണുന്നത് ബ്രിഡ്ജാണ്. വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് ഇവിടെ. പക്ഷേ ഇന്നെന്തുവാണെന്നറിയത്തില്ല, അവിടെ വെള്ളച്ചാട്ടമൊന്നും ഇല്ലായിരുന്നു, കാണാൻ പറ്റില്ല. ഇവിടെയൊക്കെ ഇങ്ങനെ ബെഞ്ചസ് ഒക്കെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. ഇത് കൊറോണയുടെ സമയത്തുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെയാണ്. അവിടെ കുറച്ച് വെള്ളം കാണുന്നുണ്ട്.
കാണിച്ചു തരാമേ. ബ്രിഡ്ജിൻ്റെ താഴെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളമാണ്. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ചാനൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയുമായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനിയും ഇവിടെ വേറെ ഗാർഡൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിൻ്റെ അടുത്ത വീഡിയോയിൽ ഞാൻ അതൊക്കെ കൊണ്ട് നിങ്ങളെ കാണിക്കാം. ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. അതുകൊണ്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഐ എം റിയലി സോറി. എൻ്റെ വീഡിയോസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ ഗ്രോ ചെയ്യാൻ എന്നെ സഹായിക്കണം എല്ലാവരും. Thank you so much for watching my video.